അങ്ങനെ നമ്മുടെ മഞ്ചേരി MLA രംഗത്ത് വന്നു. മഞ്ചേരി MLA വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ സമരം ചെയ്തിട്ടൊന്നുമില്ല, മന്ത്രിക്ക് നിവേദനം കൊടുക്കാനാണ് അവിടെ പോയത്. അപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ കുറച്ച് ആളുകളുമുണ്ട്, അല്ലാതെ സർക്കാർ നേരിട്ട് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള കരാർ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അങ്ങനെയുള്ളതിൽ കുറച്ച് ആളുകൾക്ക് ശമ്പളമേ കൊടുക്കുന്നില്ല, കുടിശ്ശികയാണ്, വലിയ കുടിശ്ശികയാണ് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ടാണ് അവർ അവിടെ സമരത്തിന് വന്നതല്ല. അവർ സമരത്തിന് മുദ്രാവാക്യത്തിൽ ഇങ്ങനെ അല്ലല്ലോ വരുന്നത്. അവർ മുദ്രാവാക്യമൊന്നും വിളിച്ചില്ല. അവർ മന്ത്രിയുടെ അടുത്തൊരു നിവേദനം കൊടുക്കാൻ വന്നു, പരാതി പറയാൻ വന്നു. വന്നവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ് MLA ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊരു ഗതികേടാണ് ഈ നാടിൻ്റെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ളവർ വലിയ പഠനങ്ങൾ നടത്തി കേരളം മാതൃകയാണെന്ന് തള്ളിമറിക്കും. പരിഷത്തെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തള്ളിമറിക്കുന്നത്? ഇവിടെ അങ്കണവാടിക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ആശാ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ സൊസൈറ്റികളിൽ ഒന്നിലും ശമ്പളം കിട്ടുന്നില്ല, അതുപോലെ തന്നെ പെൻഷൻ ആളുകൾക്ക് കൊടുക്കുന്നില്ല, ക്ഷാമബത്ത കൊടുക്കുന്നില്ല, പിന്നെ ഡീവ് സറണ്ടർ കൊടുക്കുന്നില്ല, കൈത്തറി കശുവണ്ടി തൊഴിലാളികളടക്കമുള്ള 31ഓളം കോർപ്പറേഷനുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വരുമാനമില്ലാതെ പെൻഷൻ കൊടുക്കാതെ വർഷങ്ങളായിട്ട് തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് കേരള മാതൃക എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടപ്പൊരി എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നത്. എന്തായാലും വീണ ജോർജ് കൃത്യമായി അവിടെ ചെന്നപ്പോൾ അവരുടെ മുന്നിൽ പറഞ്ഞതിന് ഒരു കാരണവശാലും കേസെടുക്കാൻ സമ്മതിക്കായിരുന്നു. അഥവാ പോലീസ് കേസെടുത്ത് പ്രിൻസിപ്പാളിൻ്റെ കൊടുത്ത പരാതിയുടെ പുറത്ത് പോലീസ് കേസെടുത്തെങ്കിലും വീണ ജോർജ് വിളിച്ച് പറയണമായിരുന്നു, ജനാധിപത്യത്തിൽ അവർ പ്രതിഷേധിക്കട്ടെ, അവർക്ക് പറയാനുള്ളത് പറയട്ടെ, അതിൻ്റെ പേരിൽ ഒരു കേസും എടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിൽ വീണ ജോർജ് നിങ്ങൾ എത്ര മഹത്തായ മന്ത്രിയാകുമായിരുന്നു, മഹതിയാകുമായിരുന്നു. അതെങ്ങനെയാണ്? എയർപോർട്ടിൽ പോയി നിങ്ങളെ അറിഞ്ഞൂടാത്ത ഓഫീസറെടുത്ത് ബഹളം ഉണ്ടാക്കിയവരല്ലേ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ്, വോട്ട് ചെയ്ത ജനങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ നൂല് വഴി ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായി കയറി വന്നതായിരിക്കും, പൊളിറ്റിക്സ് വഴി വന്നതല്ല. അത് പത്തനംതിട്ട CPM നോക്കിയോളും, നമുക്കതിനകത്ത് അഭിപ്രായമില്ല. പക്ഷേ CPM-കാർ പറയുന്നുണ്ട് നിങ്ങൾ വന്ന വഴിയൊക്കെ. അതൊന്നും എനിക്ക് വിഷയമല്ല, നമ്മുടെ ചാനലിനത് വിഷയമേ അല്ല. നിങ്ങൾ വന്നതോ നിന്നതോ ആയിട്ടുള്ള ഒരു കാര്യം വിഷയമല്ല. പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്, സിമ്പിളാണ്, കോംപ്ലക്സേ അല്ല. ആളുകൾ ശമ്പളം ചോദിക്കുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണം, DA ചോദിക്കുമ്പോൾ DA കൊടുക്കണം. അതിനാണ് സേവനം. വന്ന് സർക്കാർ സംവിധാനം പുല്ലിനും പുണ്ണാക്കിനും കൊള്ളാത്ത നിലയിലാക്കിയെടുത്തത് സിസ്റ്റത്തെ പൊളിച്ചടുക്കിയതിനുള്ള അവാർഡ് നിങ്ങൾക്ക് കിട്ടും. നേരത്തെ ഒരു മന്ത്രിക്ക് ഏറ്റവും നല്ല ആരോഗ്യ സേവന മേഖല ഉയർത്തിക്കൊണ്ടുവന്നുള്ള അവാർഡാണ് ശ്രീമതി നമ്മുടെ ശൈലജ ടീച്ചറിന് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവാർഡ് മറ്റൊന്നായിരിക്കും. ഈ സിസ്റ്റത്തെ പൊളിച്ചടുക്കിയ മന്ത്രി എന്ന്. എന്താണ് നിങ്ങൾ ഇന്നലത്തെ ആളുകളുടെ പേരിൽ കേസ് കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും വികാരം വരുന്നത്. പ്രതിഷേധിക്കണ്ടേ? അവർ തല്ലിയോ? അവർ ഖരാവ് ചെയ്തോ? അവർ തടഞ്ഞു വെച്ചോ? അവർ എന്തെങ്കിലും പിക്കറ്റിംഗ് നടത്തിയോ? ഒന്നുമില്ലല്ലോ. അവർ ചെയ്തത് നിങ്ങളെ കാണാൻ വന്നു മന്ത്രിയെ. നിങ്ങളോട് പരാതി പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് പേർ അവിടെ നിന്ന് കുറച്ച് പേർ ബഹളം ഉണ്ടാക്കി. അത് ഭരണകക്ഷി യൂണിയൻ ആണ് എന്ന് MLA ആരോപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഗുരുതരമായ ഒരു അന്വേഷണം നടത്തണ്ടേ? അതിനിടയിൽ കയറി കേസ് ഫയൽ ചെയ്യാവോ? പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റബ്ബർ സ്റ്റാമ്പ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും നമ്മൾ കണ്ടതാണ്. ഭരണകക്ഷികൾക്ക് മണിയടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുണ്ട്. അവർ മണിയടിച്ചാലേ അവർക്ക് ഇരിക്കാൻ കഴിയൂ. അമ്പലത്തിൽ മണിയടിക്കും പോലെ രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കുമെല്ലാം അവർ മന്ത്രിയെ കണ്ട് ഏറാൻ മോളും തമ്പുരാൻ മോളും. അതാണ് നമ്മുടെ ജനാധിപത്യം.